വളരെ സന്തോഷമുണ്ട്. ഈ മനോഹരമായ ജീവിതത്തിൽ ഈ എന്നും SCCA സാധിക്കുന്ന നിങ്ങൾ എപ്പോഴും മണ്ഡലത്തിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലത്ത് SCCA ഭാഗ്യവന്നാണ്. അതിന് സംവിധാനം ചെയ്തതിനെ കൂടി ഞാൻ ടീമിനെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിലൊന്നും പറയാനില്ല. നിങ്ങളെ എടുത്ത ഈ തീരുമാനം ഈ ബുദ്ധിമുട്ട് മത്സരിച്ച് വേണമെന്ന് നിങ്ങൾ കൂട്ടമായി എടുത്ത തീരുമാനം അതിനെ സഹകരിച്ച മുഴുവൻ ആളുകളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഓരോ ആളുകളും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. നിങ്ങളെ ഒക്കെ തന്നെ എല്ലാ ആളുകളും ഇവിടെ അതേപോലെ തന്നെ സ്ത്രീകൾക്കും രണ്ട് സെറ്റ് നിങ്ങൾ സംഘടിപ്പിച്ചത് നിങ്ങളെ ഓരോ ആളുകളും അതിനെ മനസ്സിലാക്കിച്ചു അതിനെ സഭാവം ചെയ്തു സഹകരിച്ചു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു വർഷത്തോളമായി ഇന്നത്തേക്ക് മനസ്സിലാക്കാൻ ആരംഭിച്ചത്. ആക്ച്വലി ജനുവരി 15-ാം തീയതിയാണ് നമ്മുടെ ചെറുപ്പൂരിലെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് വന്ന് എങ്കിലും ഡിസംബർ മാസം 9-ാം തീയതി 10-ാം തീയതി കാലഘട്ടത്തിൽ നമ്മൾ സലാം സാറിന്റെ അടുത്ത് പോയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഒറ്റ വാക്കിൽ ഒരു സംഭവം പറയാനുള്ളത് ഏകദേശം ഒരു വർഷം പൂർത്തിയാവുന്ന ഈ ഒരു സുന്ദരമായ ഈ മുഹൂർത്തത്തിൽ ഒരൊറ്റ അനുഭവം പറയാനുള്ളത് ഏകദേശം അതിന് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ആന്റിബയോട്ടിക് പല കാരണങ്ങൾ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വൈറൽ ഈ ഒരു വന്നിട്ട് സാധാരണ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പലരുടെ പിതാക്കളെ അനുഭവിക്കുന്ന അത് തന്നെയാണ് ഇന്ന് ലോകത്തെ മനുഷ്യരോട് സംസാരിക്കുന്നത്. ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു മുസ്ലിം സമുദായത്തിനോ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിലെ ആളുകൾക്കോ ഉള്ള സാധനമല്ല ഈ നക്സൽ എന്നുള്ളത്. അത് മുഴുവൻ മനുഷ്യർക്കും അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള വലിയൊരു സംവിധാനമാണ്. നക്സൽ സംസാരിക്കുന്നത് ലോകത്തിലെ മനുഷ്യരോടാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടുമാണ് നക്സൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം രീതിയിലുള്ള കൂട്ടായ്മകൾ ജാതി മതഭേദമന്യേ ഭാഷ വ്യത്യാസമില്ലാതെ പാകിസ്ഥാനുകളും അതുപോലെ തന്നെ സിറിയയിലും ഈജിപ്തിലും ഇംഗ്ലണ്ടിലും ലണ്ടനിലും ഒക്കെയുള്ള വിവിധങ്ങളായ ആളുകൾ ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നക്സൽ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നക്സൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. സ്ത്രീകളുടെ ഒഴുക്ക് വളരെ ശക്തമാണ്. 100 ആളുകളാണ് ഒരു സെക്രട്ടറിക്ക് 200-300 സ്ത്രീകളാണ് നക്സലിലേക്ക് ഒഴുകുന്നത്. ഇതാണ് പലരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം. സ്ത്രീകളുടെ അതിശക്തമായ ഒഴുക്ക് എന്താണ് കാരണം? ആരെങ്കിലും പറഞ്ഞിട്ടാണോ സ്വാധീനിച്ചുകൊണ്ടുവിടണോ? അല്ല, വരുന്ന സ്ത്രീകൾക്ക് അവരുടെ ജീവിതശൈലി ഇന്നലെ വരെ മരുന്നുകളുടെ കെട്ടുമായി ഓരോ വീടില് ഓരോ ഫാർമസിയായിരുന്നു. അതിൽ നിന്നുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ആളുകൾക്കും അവരുടെ ഇന്നലെ വരെ അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ചെറിയ മോചനമാണ് സത്യം പറയുകയാണെങ്കിൽ അവരെ ഇതിലേക്ക് കൂടുതൽ ആവശ്യപ്പെടുന്നത്. എനിക്കൊരു സൗഭാഗ്യം കിട്ടുമ്പോൾ, എനിക്കൊരു നന്മയുണ്ടാകുമ്പോൾ, എന്റെ ശരീരത്തിന് ഗുണകരമായ കാര്യം ഉണ്ടാകുമ്പോൾ എന്റെ സഹോദരനോടും സഹോദരിമാരോടും അത് ഷെയർ ചെയ്ത് അവർക്ക് കൂടി ആ ഒരു അവസ്ഥ നല്ലൊരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോ ആളുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 120ലേക്ക് ഈ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ സെന്ററുകളിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന നന്മകൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ അയൽവാസികളോട് പറയുന്നതിന്റെ ഭാഗമായി നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമായി അവർ കൂട്ടമായി വരികയാണ്. സ്ത്രീകളുടെ കേസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അയൽവാസികളോട് കുടുംബക്കാരോട് അവർ സംവദിക്കുന്നു, അവരെ സംസാരിക്കുന്നു, അവരുടെ സുഖങ്ങൾ അവർ അനുഭവിക്കുന്ന ഗുണങ്ങൾ അവർ പറയുമ്പോൾ ആളുകൾ കൂട്ടമായി വരുന്നു. അതല്ലാതെ ഇതിൽ വേറെ യാതൊരുവിധ മാജിക്കില്ല. ഇത് തന്നെയാണ് സലാഹുമായി അറിയുന്നത്. അധികം ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ കൂട്ടായ്മ ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും പറയുന്നത് നമുക്ക് നമ്മുടെ പ്രസ്ഥാനമായി നമ്മുടെ കാര്യങ്ങളുമായി മനുഷ്യർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മളൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകണ്ട. നമുക്ക് നന്മയെന്ന് തോന്നുന്ന നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുക. നമുക്ക് ഒറ്റയായി മുന്നോട്ട് പോകാം. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എല്ലാവരും നടത്തുന്നു. എല്ലാവർക്കും ഇവിടെ 1-2 പാട്ടുകളും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം സൗണ്ട് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ സംഗീതം അതിന്റെ ഒരു ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ മൈക്ക് കൈമാറുന്നത്.